ആ 10 മിനിറ്റ് കൊണ്ട് അവർ തരുന്ന ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്ത് കാണിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ സിസ്റ്റം മലയാളം വർക്ക് ചെയ്യുന്നില്ല, ISM കാണിക്കുന്നില്ല, മാതാവേ എന്തെങ്കിലും ഒരു അത്ഭുതം നടത്തിയിട്ട് എനിക്ക് പിന്നെ പരീക്ഷയെ പാസ്സാവാൻ കഴിയണേന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു. സിസ്റ്റർ പെട്ടെന്ന് വന്ന് എന്നെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിരുത്തി. അപ്പോൾ തന്നെ ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കാരണം ഒരുപാട് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഇരുന്നതെല്ലാം. പക്ഷെങ്കിൽ അവരവിടുന്ന് അറിയിപ്പൊന്നും കിട്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു 4:30 ആയപ്പോഴത്തേന് എന്നെ വിളിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ അന്ന് ഇൻ്റർവ്യൂവിന് വന്നിരുന്നൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോപികെ പിന്നെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ പോയി നോക്കി, എൻ്റെ പേര് 7ാമതാണ്, ഗോപികയുടെ പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ഞാൻ ഓർത്തെന്നാൽ കാണത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഷമിച്ചിരുന്നു. പിറ്റേന്നൊരു 4:30 ആയപ്പം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ടിരിക്കുകയാണ്, റാങ്ക് ലിസ്റ്റിൽ 1ാമതാണ് എൻ്റെ പേര് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇത്രയും